അയ്യോ എന്നാലും ചേച്ചി ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. മര്യാദയ്ക്ക് എനിക്ക് പുതിയ ഷർട്ട് മേടിച്ചെന്നോ? ആരെയാ പൊട്ടിച്ചത്? തുടച്ചോണ്ടിരുന്നത് ഞാനാ. ചില ദിവസം ഇങ്ങനെ ചേച്ചി, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവും. ഇതെന്തോ ഇത്? അയ്യോ എനിക്ക് തെരിയല്ല. എന്നാലും ചെയ്തത് മോശമായി പോയേട്ടാ. ഞാൻ അപ്പുറത്ത് നിൽക്കുവായിരുന്നു, ഈ പരിസരത്തേക്ക് പോലും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ലെന്ന്. എന്തോ ഉദ്ദേശിച്ച്? പുതിയ എപ്പിസോഡിൽ കുഴിപ്പുള ഫാമിലിയെ പറ്റി ഒരു വിവരമില്ല. നമ്മൾ അറിയാവുന്നതാണ്, കുറച്ച് എപ്പിസോഡായിട്ട് കുഴിപ്പുള ഫാമിലി ഉണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ 2-3 എപ്പിസോഡുകളിൽ ഒരു വിവരമില്ലാതെ അവർ മാറ്റിയതുപോലെയാണ് തോന്നിയത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ തട്ടിമുട്ടിയിൽ ആ ഒരു 2 ക്യാരക്ടേഴ്സ് വന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. സിദ്ധുവിൻ്റെ അച്ഛനും അമ്മയായിട്ടൊക്കെ കാണിച്ച് ഒരു സിദ്ധുവും കൂടെ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ നല്ലൊരു കംപ്ലീറ്റ് ആയിപ്പോയേനെ. പക്ഷേ അത് പിന്നെയും ഒരു ട്രാക്ക് മാറിയിട്ട് പിന്നെയും ഇവരെ വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ശിവാനിയും എപ്പിസോഡിലില്ല, കല്ലു തന്നെ ഒരുപാട് എപ്പിസോഡുകളായിട്ട് ഇല്ല. അപ്പോൾ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടി കണക്കാണ് എനിക്കും പുതിയ എപ്പിസോഡിൻ്റെ പ്രൊമോ കണ്ടപ്പോൾ തോന്നിയത്. മാക്സിമം കേശുവിനെ ലച്ചുവിനെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ട് അതൊരു വലിയ ലോങ് വീഡിയോ ആയിട്ട് മാറ്റിയ പോലെയാണ് തോന്നിയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോറിയും ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ കമന്റ് ചെയ്യുക. എന്തായാലും സിദ്ധു ഏത് എപ്പിസോഡിലായിരിക്കും തിരിച്ചു വരിക എന്നുള്ളതിന് ഇപ്പോഴും ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. നമ്മൾ മാക്സിമം എപ്പിസോഡിന്റെ താഴെ പ്രൊമോയുടെ താഴെയൊക്കെ സിദ്ധുവിന്റെ ആ ഒരു